ഇന്നൊരു തരിയുണ്ടയുടെ റെസിപ്പി ആയാലോ. തരിയുണ്ട അല്ലെങ്കിൽ റവ ലഡു എന്നൊക്കെ പറയൂ. അപ്പോൾ നമ്മളെ കണ്ണൂർ ഭാഗത്തൊക്കെ തരിയുണ്ട എന്നാണ് ഇതിന് പറയുന്നത്. അപ്പോൾ ഈ ഒരു തരിയുണ്ട കഴിക്കാൻ വേണ്ടി നല്ല ടേസ്റ്റാണ്. കുട്ടികൾക്കൊക്കെ എന്തായാലും ഉണ്ടാക്കി കൊടുത്താൽ ഇഷ്ടമാവും. അപ്പം നമുക്ക് ഇതെങ്ങനെയാണ് ഉണ്ടാക്കുന്നത് നോക്കിയാലോ. അതിന് മുമ്പ് വീഡിയോ കണ്ടിട്ട് ഇഷ്ടമാവുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യണേ, അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് കൂടി ചെയ്യണേ. അപ്പോൾ നമുക്കിതെങ്ങനെയാണ് ഉണ്ടാക്കുന്നത് നോക്കാം. തരിയുണ്ട ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞാനിവിടെ 2.5 കപ്പ് തരി എടുത്തിട്ടുണ്ട്. അതായത് 1/2 കിലോ തരിയാണ്, വറുത്ത തരിയാണ് എടുക്കേണ്ടത്. പിന്നെ തേങ്ങ ചിരകി എടുത്തിട്ടുണ്ട്, 1.5 തേങ്ങ എടുത്തിട്ടുണ്ട്. ഒരു തേങ്ങ ഫുള്ളും പിന്നെ പകുതിയും. അതുപോലെ തന്നെ 2.5 കപ്പ് പഞ്ചസാര എടുത്തിട്ടുണ്ട്, അതായത് 1/2 കിലോ പഞ്ചസാര. പിന്നെ 1 കപ്പ് പാല്, കുറച്ച് കൽക്കണ്ടിയും കുറച്ച് മുന്തിരിങ്ങ എടുത്ത് വെച്ചിട്ടുണ്ട്. പിന്നെ വേണ്ടത് ഏലക്കായ പൊടിച്ചതാണ്. ഇനി നമുക്ക് തരിയുണ്ട ഉണ്ടാക്കാൻ നോക്കാം. അതിന് വേണ്ടിയിട്ട് ഒരു ഉരുളി അടുപ്പത്ത് വെച്ച് അതൊന്ന് ചൂടായി വരുമ്പോഴത്തേക്ക് അതിലേക്ക് തേങ്ങ ഇട്ട് കൊടുക്കുക. ഇനി നമുക്കിതിലേക്ക് പഞ്ചസാര ചേർത്ത് കൊടുക്കുക. അപ്പോൾ പഞ്ചസാരയുടെ അളവ് ഞാൻ പറഞ്ഞത് 1/2 കിലോ ആണ്. 1/2 കിലോ തരിക്ക് 1/2 കിലോ ആണ് ഞാൻ എടുത്തിട്ടുള്ളത്. ഇത് അത്യാവശ്യം മധുരം ഉണ്ടാവും. അപ്പം മധുരം കുറവേ വേണ്ടുമെങ്കിൽ നിങ്ങൾ അതിനനുസരിച്ചിട്ട് പഞ്ചസാര ചേർത്ത് കൊടുത്താൽ മതി. പിന്നെ പാല് കൂടി ഒഴിച്ചു കൊടുക്കുക. ഇനി ഇത് നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് നമുക്കിതൊന്ന് ഇളക്കിയെടുക്കണം. അപ്പോൾ ഇതുപോലെ ഒന്ന് ഇളക്കിക്കൊണ്ടേ ഇരിക്കണേ. അപ്പോഴത്തേക്ക് നമ്മുടെ പഞ്ചസാരയെല്ലാം ഒന്ന് മെൽട്ടായി വരും. പിന്നെ തേങ്ങയൊന്ന് കുക്കായി വരും. ഈ ഒരു സമയത്ത് നമുക്ക് മുന്തിരിങ്ങ ചേർത്ത് കൊടുക്കുക. അപ്പോൾ പഞ്ചസാര നന്നായിട്ട് മെൽട്ടായാൽ മാത്രം മതി. അത് ഒറ്റനൂൽ പരുവൊന്നും ആവേണ്ട ആവശ്യമില്ല. ഇനി ഇതിലേക്ക് ഏലക്കായ പൊടിച്ചതും 2 സ്പൂണ് നെയ്യും കൂടി ചേർത്ത് കൊടുക്കുക. അപ്പോൾ ഇത് പഞ്ചസാരയെല്ലാം നന്നായിട്ട് തന്നെ മെൽട്ടായിട്ടുണ്ട് കേട്ടോ. അതുപോലെ തേങ്ങയും ഒന്ന് കുക്കായി വന്നിട്ടുണ്ട്. അപ്പോൾ ഏലക്കായും നെയ്യും ഒഴിച്ചിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം. ഇനി ഇതിലേക്ക് നമ്മൾ നേരത്തെ എടുത്ത് വെച്ച തരി ഇട്ട് കൊടുക്കുക. തരി ഇട്ട് കൊടുക്കുമ്പോഴത്തേക്ക് കുറച്ചായിട്ട് വേണം ഇട്ട് കൊടുക്കാൻ. അപ്പോഴത്തേക്ക് എല്ലാം നന്നായിട്ട് മിക്സായി കിട്ടുള്ളൂ. അപ്പോൾ ഇതാ നന്നായിട്ട് മിക്സാക്കി എടുക്കുന്നുണ്ട്. അപ്പം തരി ഇട്ടിട്ട് ഇതുപോലെ കുറച്ച് ഒരു 2-3 മിനിറ്റ് ഒന്ന് ഇളക്കി മിക്സാക്കി എടുക്കുക വേണ്ടു. കൂടുതൽ സമയം തീയിൽ വെച്ച് കഴിഞ്ഞാൽ പെട്ടെന്ന് ഇത് ഹാർഡായി പോവും. പിന്നെ അവസാനമായിട്ട് 2 ടീസ്പൂണ് പനിനീര് കൂടി ഒഴിച്ചിട്ട് നമുക്ക് ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ ഇത് പനിനീര് ഒഴിച്ചിട്ട് മിക്സ് ചെയ്തതിന് ശേഷം ഉടൻ തന്നെ നമുക്ക് തീ ഓഫ് ചെയ്യണം, അല്ലെങ്കിൽ ഇത് ഹാർഡായി പോകും. നമുക്ക് ഇത് ഉരുട്ടിയെടുക്കാൻ പറ്റില്ല. തീ ഓഫാക്കിയതിന് ശേഷം വേറൊരു പാത്രത്തിലേക്ക് മാറ്റണം. അതിന് ശേഷം ഇതുപോലെ കയ്യിൽ കുറച്ച് നെയ്യ് തടവിയതിന് ശേഷം ഓരോ ഉരുളകളാക്കിയിട്ട് ഉരുട്ടിയെടുക്കുക. അപ്പോൾ ചൂടോട് കൂടി തന്നെ ഇത് ഉരുട്ടിയെടുക്കണം, അല്ലെങ്കിൽ പെട്ടെന്ന് നമുക്ക് ഉരുട്ടിയെടുക്കാൻ പറ്റില്ല. അപ്പോൾ ഞാനിത് ഉരുട്ടിയെടുക്കുമ്പോൾ ഓരോ ഉരുളയിലും ഓരോരു കൽക്കണ്ടി വെച്ച് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് വേണം ഉരുട്ടിയെടുക്കാൻ വേണ്ടിയിട്ട്. ഈ ഒരു തരിയുണ്ട കഴിക്കുമ്പോൾ കൽക്കണ്ടിയും മുന്തിരിയൊക്കെ കടിക്കുന്നത് നല്ല ടേസ്റ്റാണ്. അപ്പോൾ ഇതാ ഓരോന്നായിട്ട് ഇതുപോലെ ഉരുട്ടിയെടുക്കുക. അപ്പോൾ ഈ ഒരു തരിയുണ്ട കഴിക്കാൻ വേണ്ടിയിട്ട് നല്ല ടേസ്റ്റാണ്. കുട്ടികൾക്കൊക്കെ 4 മണിയുടെ ചായയുടെ കൂടെയൊക്കെ ഉണ്ടാക്കി കൊടുക്കാൻ എളുപ്പമാണ്. അതുപോലെ തന്നെ കുറച്ചധികം ഉണ്ടാക്കി വെച്ച് കഴിഞ്ഞാൽ ഒരാഴ്ച വരെയൊക്കെ നമുക്കിത് സ്റ്റോർ ചെയ്ത് വെക്കാനും പറ്റും. അപ്പോൾ നമ്മൾ ദിവസവും പലഹാരം ഉണ്ടാക്കേണ്ട ആവശ്യമൊന്നുമില്ല, ഇതുപോലെ സ്റ്റോർ ചെയ്ത് വെച്ചാൽ മതി. അപ്പോൾ നിങ്ങൾ കണ്ടല്ലോ, എളുപ്പമാണ് ഇത് ഉണ്ടാക്കാനും വേണ്ടിയിട്ട്. അപ്പോൾ എന്തായാലും എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കുക. എന്നിട്ട് നിങ്ങളുടെ അഭിപ്രായം എന്തായാലും അറിയിക്കുക. അടുത്തൊരു വീഡിയോ ആയിട്ട് കാണുന്നത് വരെ താങ്ക് യു.